നിൽക്കാൻ കഴിയുന്നവർ നിൽക്കൽ. ഇത് നോട്ട് ചെയ്യണം. കാരണം പള്ളിയിലൊക്കെ കസേര കൂടുകയാണ്, ഒരുപാട് കസേര. ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ വകുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല ജോറായിട്ട് കാറിൽ കയറി വന്ന് അവിടെ മുറ്റത്ത് ഇറങ്ങി നടന്നിട്ട് പള്ളിയിൽ വന്ന് കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിന്റെ ഫർളാണ്. കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക. സുന്നത്ത് നിസ്കാരത്തിൽ നിന്നില്ലെങ്കിലും നിസ്കാരം സഹീഹാകുമെങ്കിലും പ്രതിഫലം പകുതിയായി ചുരുങ്ങും. സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല, പക്ഷേ നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം പകുതിയായി ചുരുങ്ങും. അതേ സമയത്ത് ഫർള് നിസ്കാരം നിൽക്കാൻ കഴിവുണ്ടായിട്ട് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരത്തിന്റെ ഫർള് നഷ്ടമാണ്, നിസ്കാരം ബാത്തിലാണ്. എഴുന്നേറ്റ് നിൽക്കൽ. അപ്പൊ ഞാൻ പറയട്ടെ, കഴിവുള്ളവരൊക്കെ നിൽക്കണം. കഴിവുള്ളവർ സാമ്പത്തികമായി കഴിവുള്ളവരെന്നല്ല, നിൽക്കാൻ കഴിയുള്ളവർ അവര് നിന്ന് തന്നെ നിസ്കരിക്കണം. അതിന് ഉസ്താദെ നിൽക്കാൻ കഴിയൂല. ചാരി നിൽക്കാൻ പറ്റുമോ? ചുമരിനോട് ചാരി നിൽക്കാൻ പറ്റുമോ? എന്നാ ചാരി നിന്ന് നിസ്കരിക്കണം. അല്ല, ചാരി നിന്ന് നിസ്കരിച്ചാല് ഞാൻ സുജൂദ് റുക്കുവൊക്കെ ചെയ്താൽ എനിക്ക് പൊങ്ങാൻ കഴിയൂല. എന്നാൽ പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിർത്തണം, പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കണം. അതിനിപ്പോ ആരും കിട്ടൂല സാറേ. എന്നാൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അയാൾക്ക് കൂലി കൊടുത്തിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. കൂലി എന്ന് പറയുമ്പോ ഒരു നിസ്കാരത്തിന് പിടിച്ചു വെക്കണമെങ്കിൽ 10,000 രൂപ തരണോ തന്നെ, അതൊന്നും കൊടുക്കണ്ട. ഒരൊത്ത കൂലി പറഞ്ഞാൽ കൂലിക്കാളെ നിർത്തിയിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. അതിനും സാധിക്കൂലെങ്കിലാണ് ഇരുത്തം. അല്ലാതെ പള്ളി കസേരണ്ട് വേഗം ഇരുന്ന് നിസ്കരിക്കാം, അങ്ങനെ ആകരുത്. ഞാൻ എനിക്ക് എന്റെ വാട്സപ്പിൽ ഒരാള് ഒരു മെസ്സേജ് അയച്ചു. അതാ ഞാൻ പറയാൻ കാരണം. അയാള് പറഞ്ഞു, ഒരു പള്ളിയിൽ ഏതോ ഒരാള് 50 കസേര പള്ളിയിൽ വഫാക്കിയിട്ട് കൊടുത്തു. അപ്പൊ പള്ളിയിലെ ഇമാം എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി വീണ്ടും ഒരു ദുആ. ഉടനെ വേറെ ആള് 10 വകയിലും. സുബ്ഹാനല്ലാഹ്, പള്ളി മുഴുവനും ഇവിടെ നമ്മളെ കല്യാണ മണ്ഡപം പോലെയാണ്. അപ്പൊ വളരെ അനിവാര്യമായാൽ മാത്രം ഇരിക്കാൻ പറ്റും. ആ ഇരുത്തം തന്നെ നിങ്ങൾക്ക് നിലത്ത് തിണ്ടയിൽ അല്ലെങ്കിൽ കട്ടിലിന്റെ മുകളിൽ അവിടെ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുമോ? എന്നാൽ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, കസേരയിലല്ല. അതാണ് ഏറ്റവും നല്ല ഇരുത്തം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതിരുത്തമാണ് നല്ലത്? അവസാനത്തെ തഹിയ്യാത്തിന് ഇരിക്കും പോലെയാണോ? അല്ല, ഇടയിലെ തഹിയ്യാത്തിന് വേണ്ടി അതുപോലെ റുക്കൂഇന്റെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അതിന് ഇഫ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയും. അതാണോ? ഇടത്തേക്കാല് പരത്തി വെച്ച് അതിന്റെ മുകളിൽ ചന്തി വെച്ച് എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങോട്ട് ബേക്കിലേക്ക് വെച്ച് എന്നിട്ട് ആ വലത്തേക്കാൽ കുത്തനെ വെക്കുന്ന ഇരുത്തം, അതാണോ? അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് ഏറ്റവും പുണ്യം. അല്ലാത്ത ഇരുത്തമായാലും കുഴപ്പമൊന്നുമില്ല. അതെ, ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ പഴയ നമ്മൾ സാധാരണ അവസാനത്തെ തഹിയ്യാത്തിരിക്കുമ്പോൾ ഇരിക്കാം. ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല, എന്നാൽ ചമ്രം പടി ഇരുന്നിട്ട് വേണമെങ്കിൽ പടിയിട്ടിട്ട് അങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ വേറെ നിലക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് അത് നിൽക്കാൻ കഴിവില്ലാത്തവർക്ക് മാത്രമാണ്, പിടിച്ചിട്ടും നിൽക്കാൻ കഴിവില്ലാത്തവർക്കാണ് എന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മൾ വേഗം പോയിട്ട് കസേര വിലങ്ങിയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും, ഫർദ് നിസ്കാരം ബാത്തിലാവും. നിസ്കാരം സഹീഹാകണ്ടേ?